ഞാനൊന്ന് പറയട്ടെ, എന്നാലും നമുക്ക് എവിടെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് വാഗ്ദാനമൊക്കെ കൊടുത്തു. ആ ക്ഷേമ പെൻഷൻ, അതുപോലെ പെൻഷൻകാർ അല്ല മെമ്പർമാർക്ക് പെൻഷൻ കൂട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ തോന്നിയത്? അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ആ ഒന്ന് ഞെട്ടിയോ? എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ലടാ. അതും ശരിയാ. എന്താണ് ഇവിടെ കലിംഗ സംവാദമാണോ? അല്ലടാ, ഞാനേ നമ്മളെ ബീഹാറിൽ എന്ന് എനിക്ക് തോറ്റിട്ടുണ്ടായിരുന്നു. എടാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് മുന്നേറ്റം നടത്തി. ഇപ്പം വെറും 4 സീറ്റടാ. അത് കോൺഗ്രസിന് 4 സീറ്റ്. ഇത് 46 എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു 100 എന്തായാലും കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്താൽ അതേ കിട്ടുള്ളൂ മിസ്റ്റർ. എടാ വാഗ്ദാനം അങ്ങനെ എല്ലാവരും കൊടുക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. കാരണം എന്താ അറിയോ, നമ്മളെ ഗലോട്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുന്നു. നമ്മൾ സത്യമായിരിക്കും, നിങ്ങളെ തെറ്റായിരിക്കും. എന്നാ ഞാനൊന്ന് പറയട്ടെ, നാണം ഉണ്ടോടോ? കണക്ക് പറയാം. ഇവിടെ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തോണ്ട് കാര്യമായില്ല. അപ്പുറത്തെ ഞങ്ങളുടെ NDA മുന്നണി വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഈ 10,000 രൂപയെ ചുമ്മാ വീട്ടിൽ പോയി കൊടുത്തതല്ല, പ്രഖ്യാപിച്ച പോലെ തന്നെ പറഞ്ഞു കൊടുത്തതാ. പുച്ഛല്ലടാ, നീ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെല്ലാം കൊണ്ടുവന്നു. നമ്മുടെ രാഹുൽജി മറ്റേ SIR, അതായത് 2004 ശേഷം ആദ്യമായിട്ടാണ് ബീഹാറിൽ SIR വരുന്നത്. പക്ഷെ ആ SIR ക്രമക്കേടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതുപോലെ മറ്റേ നമ്മുടെ ഈ വോട്ട് ചോരി ആരോപണം, ഇത്രയൊക്കെ ആരോപണം നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ തോറ്റു? അതാണ് എൻ്റെ ചോദ്യം. തോറ്റു മിസ്റ്റർ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ എന്തിനാ ഈ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാതെ ചുമ്മാ ന്യായീകരിച്ച് അവസാനം EVM തട്ടിപ്പ്, എന്തോരോ ആരോപണങ്ങൾ. ക്യാപ്സ്യൂളൊക്കെ റെഡിയല്ലേ? ക്യാപ്സ്യൂളോ? ഓ, ക്യാപ്സ്യൂൾ ഒന്നും കേട്ടിട്ടേ ഇല്ല. ഓ, ബീഹാറിൽ എന്തുകൊണ്ട് NDA ജയിച്ചു എന്ന് താനെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ആലോചിക്കാം. ഈ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വനിതാ വോട്ടർമാർക്കേ നിതീഷ് ജിയെ മതി. പിന്നെ ആകെക്കൂടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്, നിതീഷ് ജി നിങ്ങളുടെ സഖ്യത്തിലോട്ട് വന്നാലോ എന്നുള്ളൊരു പേര്. ഇനിയില്ല. അഥവാ നിതീഷ് ജി പോയാലേ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ഒരു സർക്കാർ ഞങ്ങളുടെ BJPക്കുണ്ട്. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. നിതീഷ് കുമാറിന് JDU അങ്ങോട്ടൊന്ന് പോയാലും ഞങ്ങളുടെ BJP ബാക്കിയുള്ള കക്ഷികളെ കൂട്ടുപിടിച്ച് കേവല ഭൂരിപക്ഷം എത്തും. അതായത് 122. എത്ര ഇപ്പൊ എത്ര കണക്ക്? ഡബിൾ സെഞ്ചുറി. അതൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. എന്നാലും നമ്മളെങ്ങനെ തോറ്റു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്ര ആരോപണം വന്നു, ഇത്ര വാഗ്ദാനം കൊടുത്തു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു സർവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യ തേജസ്വി യാദവാണ് സർവേ വന്നു. അട്ടിമറി എന്ന എൻ്റെ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. 3 പ്രാവശ്യം ഉറച്ചു. നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു തന്നെ നിന്നോ, ഒവട്ടെ നിന്നാൽ മതി. ബാക്കി ഭരണം ഞങ്ങൾ നോക്കിക്കോ. എന്നാലും നിങ്ങൾക്ക് ആ ഒരു വിലയിരുത്തൽ അങ്ങോട്ട് ശരിയായില്ല. വോട്ടർ അധികാർ യാത്ര ആരുടെ ആയിരുന്നു? രാഹുൽജിയുടെ. ഒപ്പം തേജസ്വി യാദവ് ഉണ്ടായിരുന്നു. ഓർമ്മിക്കല്ലേ പൊന്നേ. ആ വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടെ ഒന്ന് പോയി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും തേജസ്വി യാദവ് പോലും പറഞ്ഞിട്ടില്ല വോട്ടർ അധികാർ യാത്രയെക്കുറിച്ച്. ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇത് എവിടെയും കൊണ്ടെത്തുന്നില്ല. അവസാനം എന്തുവാ, പ്രാദേശിക വിഷയങ്ങൾ എടുത്തിട്ട് പ്രചരണം നടത്താൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ വോട്ടുകളായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ SIR ഒന്നും എവിടെ ഏശിയില്ല, അല്ലെങ്കിൽ വോട്ടർ ചോരി ഒന്നും എവിടെ ഏശിയില്ലാന്നാണ് നീ പറയുന്നത്? SIR എവിടെ ഏശിയില്ല എന്നുള്ളത് മാത്രമല്ല, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ NDAയുടെ തെരഞ്ഞെടുപ്പ് വിജയം. 6 ലക്ഷത്തോളം വോട്ടർമാരെ, 60 ലക്ഷത്തോളം വോട്ടർമാരെ നിങ്ങൾ ഒഴിവാക്കി. സംഭവം ക്രമക്കേടുണ്ട്, കാളി ക്രമക്കേടുണ്ട്. പിന്നെ താങ്കളുടെ തിരിക്കണതോ ഒന്നും പറയേണ്ട കാര്യമില്ല, ക്രമക്കേടുണ്ട്. ഞാൻ അംഗീകരിക്കില്ല. ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു നിൽക്കുന്നു.
ക്രമക്കേടുണ്ട്. പറയില്ല, ക്രമക്കേടുണ്ട്. എന്തായാലും പുറത്ത് പറഞ്ഞല്ലോ, അതിന് വലിയ സന്തോഷം. എന്തായാലും NDAയുടെ ഈ ഒരു വിജയം എന്നുള്ളതുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട വിജയമാണ്. കാരണം റെക്കോർഡ് പോളിംഗ് ആയിരുന്നല്ലോ. കഴിഞ്ഞ തവണത്തെ പോളിംഗ് എത്ര ആയിരുന്നെന്ന് അറിയാമോ? 60% താഴെയായിരുന്നു. ഇത്തവണ പോളിംഗ് എത്ര? ആദ്യഘട്ടത്തില് 64, രണ്ടാം ഘട്ടത്തില് 68, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 67. അതിൽ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് കൊടുത്ത 10,000, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 10,000 സ്ത്രീകൾക്ക് കൊടുത്തിട്ടാണ് ഈ വോട്ട് ഉണ്ടാക്കിയതെന്ന്. അങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. എന്നാ നീ ഇവിടെ അങ്ങ് ഉണ്ടായിക്കൊണ്ടിരുന്നോ, ഞാൻ പോവാ. ഞാനൊന്ന് പറയട്ടെ. അതായത് രമണ, ഈ ലല്ലു പ്രസാദ് യാദവിനെ പറ്റി നീ കൂടുതലും ഉണ്ടാകുന്നത് അറിയാലോ. അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ, ലല്ലു പ്രസാദ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ 25 കൊല്ലം പിന്നിലായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ ബീഹാർ. നിതീഷ് കുമാർ വന്നപ്പം ആ 25 എന്നുള്ളത് 10 ആയി. ആ വ്യത്യാസത്തിന്റെയാണ് ഇപ്പൊ കാണുന്ന ഈ ഒരു വിജയം എന്ന് പറഞ്ഞത്. പിന്നെ നിതീഷ് കുമാറിനെ മതി എല്ലാവർക്കും. ഇത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടക്കുമെങ്കിലും നമ്മളെ തേജസ്വി പൊട്ടനാ. അതിലെന്താ അങ്ങേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സർവേ കണ്ടോ നീ? സർവേ കണ്ടു. എന്നിട്ട് തേജസ്വി അത് മുഖ്യമന്ത്രി ആണെന്നാണ് ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞത്. എന്നിട്ടായോ? അത് ജനങ്ങൾക്ക് ഇല്ല. ഞാൻ കുറച്ചും കൂടെ വിശദമാക്കി തരട്ടെ. അതായത് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, അവിടെ കൂടുതൽ യാദവ് വിഭാഗമല്ലേ, അറിയാലോ. തേജസ്വി യാദവ്, ലല്ലു പ്രസാദ് യാദവ്, മറ്റേ മൂത്തമൻ യാദവ്, എങ്ങനെയായാലും യാദവ് വിഭാഗത്തിന് അവിടെ വലിയൊരു മേൽക്കോയ്മയുണ്ട്. അപ്പം ഈ ലല്ലു പ്രസാദ് യാദവിന്റെ ഞാൻ ഒന്നും കൂടെ പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, നീ പറയാനാ. എന്തായാലും നിങ്ങൾ ജയിച്ചു. ഇനിയിപ്പോ ഞാൻ കേട്ടല്ലേ പറ്റൂ. കേട്ടേ പറ്റൂ. നീ പറ. ലല്ലു പ്രസാദ് യാദവ് അധികാരത്തിൽ വന്നതിന് ശേഷം യാദവ വിഭാഗത്തിന് വലിയൊരു മേൽക്കോയ്മ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ യാദവ വിഭാഗം മൊത്തം RJDയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇലക്ഷൻ എന്താ പറ്റിയത്? വോട്ടെണ്ണി തുടങ്ങിയപ്പം യാദവ വിഭാഗം ഭൂരിഭാഗമുള്ള പ്രദേശങ്ങളിൽ പോലും വോട്ട് ആർക്കാ? NDA മുന്നണിക്ക്. അതേപോലെ ആദ്യമായിട്ട് തുടങ്ങിയ പാർട്ടിയാ ഏതാ? ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച. അധികകാലമായിട്ടില്ല ആ പാർട്ടി തുടങ്ങിയിട്ട്. ആ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടി? അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ട്? 5 അല്ലേ? എന്നാലും 10 താഴെയല്ലേ? അത്രയൊക്കെ തന്നെ ഉണ്ട് പുതിയ പാർട്ടിക്ക്. അത് കേരളത്തിൽ വരാനുള്ള പരിപാടിയിലേക്ക് കടക്കുക. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് പോയാൽ അതിനുപകരം HM ആവുമോ? അല്ലല്ല, ഈ എന്തായാലും ഇപ്പോഴും ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ട്. ടെൻഷൻ അടിക്കാൻ സമയമുണ്ട്. ടെൻഷൻ അല്ലെങ്കിലും ഉണ്ട്. കോൺഗ്രസ് കുറച്ച് താഴെ നമ്മൾ കയറി വരും. എത്രയൊക്കെ ആണെങ്കിലും ഒരു വലിയ വിഭാഗത്തിലേക്ക് തങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കാര്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക്, നമ്മുടെ അല്ല നിങ്ങളുടെ മഹാഗഠ്ബന്ധൻ സഖ്യത്തിന് പറ്റിയില്ല. അതിൻ്റെ കൂടെ ഈ ഉൾപാർട്ടി ജനാധിപത്യം, ഈ വിഘടനവാദവും പ്രതിക്രിയാവാദവും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര ഉള്ളിലുള്ളതുകൊണ്ട് അതൊക്കെ പുറത്തു വരുന്നത് കുഴപ്പമില്ല. അപ്പം എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിന് വിളിക്കാം. രാഹുൽജി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ മുഖം ഒന്ന് കാണാനായിരുന്നു. അദ്ദേഹം മറ്റ് പരിപാടികളുമായി തിരക്കിലാണ്. ഈ തോൽവിയുടെ അല്ലെങ്കിൽ സീറ്റ് നഷ്ടമായതിൻ്റെ ഒരു വേദന അദ്ദേഹത്തെ വിട്ട് മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ഉടൻ തന്നെ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും തോറ്റു. ആ വിഷമം വിട്ടുമാറാതിരിക്കുന്നതാണ് നല്ലത്. അതിനനുസരിച്ച് പ്രവർത്തിച്ച ഭാവിയിലെങ്കിലും കോൺഗ്രസിന് ഇവിടെ ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാം. നീ അധികം അങ്ങോട്ട് കയറൊന്നും വേണ്ട. അടുത്തേരെ നമ്മൾ വരും. അതിലൊരു തർക്കവും ആർക്കും വേണ്ട. അത്രേ ഉള്ളൂ. രാവിലെ പാട്ട് മത്സരം കൂടെ രാവിലെ പാട്ട് മത്സരമല്ല, നീ വേണത് വിളിച്ചോ, ചെസ് മത്സരം. അല്ല സോറി, മാറിപ്പോയി. അടുത്ത ഇലക്ഷൻ നമ്മൾ ജയിക്കും. എന്താ എനിക്കങ്ങനെ രോമാഞ്ചം കയറിട്ടെ. അടുത്ത NDA വിജയം, ഇന്ത്യ സഖ്യം. അതായത് മഹാഗൺപത് വരും. നീ ഇത് തൽക്കാലം എഴുതിയേക്കാൻ സ്ഥലമില്ല. നീ ഇത് മനസ്സിൽ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. मेरे प्यारे भाइयों,
അച്ഛേദിനാവുക. അച്ഛേദിനാവുക. അതെ, നമ്മളെ ഇന്ത്യ സഖ്യം വരുമ്പോ അച്ഛേദിനാവുക, അല്ലാണ്ട് നിങ്ങൾ NDA വരുമ്പോ അല്ല അച്ഛേദിനാവുക അല്ല. അല്ല. ഓക്കെ, എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നിതീഷ് ജി തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുള്ളതാണ് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ നിതീഷ് വരിക, അടുത്ത നീ കണ്ടോ നമ്മളെ മുഖ്യമന്ത്രി എത്ര പേര് വേണമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഉപമുഖ്യമന്ത്രി 10 ആളെ കൂട്ടിക്കോ. നിങ്ങളെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനമില്ലേ? ജയിച്ചില്ലേ? എടാ തീർന്നില്ലേ? ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇനി എങ്ങനെ നമുക്ക് ഇനി ഞാനൊന്ന് പറയട്ടെ.